ഐസ് ഓൺ റഫ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് ആൾ ഐസ് ഓൺ റഫ. ഏകദേശം 45 മില്യണോളം ആളുകളാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൽ നിരവധി സെലിബ്രിറ്റീസ്, മലയാളത്തിൽ നിന്ന്, ഹിന്ദിയിൽ നിന്ന്, അതുപോലെ ഇന്ത്യൻ സിനിമാ ലോകം മുഴുവനായിട്ട്, ഹോളിവുഡിൽ നിന്ന്, കായിക താരങ്ങൾ, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇതൊരു ട്രെൻഡാക്കി മാറ്റി. എന്താണ് ഈ ആൾ ഐസ് ഓൺ റഫ എന്നതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ട്രെൻഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. 1948 ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ഇസ്രായേൽ പലസ്തീൻ പ്രദേശം പിടിച്ചടക്കിയിട്ട് അവിടെ ഒരു ഗവൺമെന്റ്, ഇല്ലീഗലായിട്ട് ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുന്നത്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് നിരവധി സായുധ സംഘങ്ങൾ ഇസ്രായേലിനോട് പോരാടിയിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തേതാണ് ഹമാസ്. ഹമാസിനെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ ആ ഒരു കാരണം പറഞ്ഞ് നിരവധി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് ദിനം കൊന്നൊടുക്കുന്നത്. അതും അതിക്രൂരമായിട്ട്, പൈശാചികമായിട്ട്. അതും കൊല്ലപ്പെടുന്നവരുടെ ആന്തരിക അവയവങ്ങൾ ഇവർ മോഷ്ടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ തന്നെ ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ 1948 ഈ ഒരു പ്രശ്നമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമായിട്ട് വരുന്നത്. അപ്പൊ ഈ പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സായുധ സംഘടനകൾ ഇസ്രായേലിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഹമാസ്. ഇപ്പൊ ഹമാസാണ് ഗസ ഭരിക്കുന്നത്, ഹമാസാണ്. അപ്പൊ ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കുഞ്ഞുങ്ങളാണ് മരിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളും സ്ത്രീകളെയും മാത്രമാണ് ഇസ്രായേൽ കൂടുതൽ ലക്ഷ്യം വെച്ച് ചെയ്തിട്ടുള്ളത്. ഹമാസിനോടാണ് യുദ്ധം ചെയ്യുന്നത് എന്തൊക്കെയാ പറയുന്നെങ്കിലും ഇസ്രായേല് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണെന്ന് നമുക്ക് ഈ കൊല്ലപ്പെട്ടവരുടെ കണക്കും ഒക്കെ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരം അടി തിരിച്ചടി, ഇതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് പിന്നെ ഈ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് ഒരു വലിയൊരു ഓപ്പറേഷൻ നടത്തി 1000-ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തത്. അപ്പൊ എല്ലാവരും പറയുന്നത് ഈ ഒക്ടോബർ 7 ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം എന്നുള്ളതാണ്. അത് ചരിത്രം അറിയാത്ത ആൾക്കാർ മാത്രം പറയുന്നതാണ്. ഒക്ടോബർ 7 അല്ല ഈ പ്രശ്നത്തിന് തുടക്കം. പണ്ട് മുതലേ 1948 മുതലേ അവിടെ പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള ഒരു തിരിച്ചടിയായിട്ട്, അതായത് ഇസ്രായേലികൾ ദിനം നിത്യേന ഒരുപാട് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒക്ടോബർ 7 ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ഇസ്രായേൽ ഗസ ആക്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഗസയിൽ ഓടിപ്പോവുകയും അവസാനം അവർക്ക് ആശ്രയമായിട്ടുള്ള അവസാനത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് റഫയാണ്. റഫ ഈജിപ്തിന്റെ ഒരു ബോർഡറാണ്. പിന്നെ അവർക്ക് പോകാൻ സ്ഥലമല്ല. അപ്പൊ ഈ ഒരു റഫയില് ക്യാമ്പുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, ഇവര് ഷീറ്റൊക്കെ വലിച്ചു കെട്ടി താമസിക്കുന്ന കൂരകളിലാണ് ഇസ്രായേൽ അവസാനം ആക്രമിക്കുന്നത്. ഈ ചെറിയ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള കൂരകൾ ആക്രമിക്കാൻ ഇസ്രായേൽ മില്യൺ കണക്കിന് വിലയുള്ള ബോംബുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ചെറിയ ഷീറ്റുകളൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള പാവങ്ങൾ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ, അതായത് ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തെ ഏതൊരു മനുഷ്യനും, അതായത് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റുള്ള ഏതൊരു മനുഷ്യനും എതിർക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഇസ്രായേലിന്റെ ഗസ ആക്രമണം എന്നുള്ളത്. അപ്പൊ ഇവര് ഗസ മൊത്തം ആക്രമിച്ച് ഇനി അവസാന ആശ്രയമായിട്ടുള്ള റഫ കൂടി ഇവർ ആക്രമിക്കുകയാണ്. അപ്പൊ ഇതിനെതിരെ ആണ് ആൾ ഐസ് ഓൺ റഫ എന്നുള്ള ഒരു ഹാഷ്ടാഗ് ട്രെൻഡ് ആയിട്ടുള്ളത്. ഒട്ടുമിക്ക ആളുകളും, അതായത് മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ള ഏതൊരാളും ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമുക്കിപ്പം നേരിട്ട് ഇസ്രായേലിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ അവർക്കെതിരെ എതിരിടാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഹാഷ്ടാഗുകളിൽ നമ്മൾ പങ്കാളിയാകുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ എതിർത്തിട്ടും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ പലസ്തീൻ ആക്രമണത്തെ, ഗസ ആക്രമണത്തെ ന്യായീകരിച്ചിട്ടുള്ള ഒരുപാട് ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമിച്ചത് കൊണ്ടാണ് ഇവർ തിരിച്ചടിക്കുന്നത്. അപ്പൊ ഇവരുടെ അടുത്ത് ന്യായം ഉണ്ടെന്ന് ഉള്ള വളരെ മെച്ചമായിട്ടുള്ള ഒരു ന്യായീകരണമായിട്ട് വരുന്നത് കൂടുതൽ സംഘി പ്രൊഫൈലുകളാണ്. ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ജനസ് അങ്ങനെയാണ്. പണ്ട് തൊട്ടേ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയ സമയത്തും ഒക്കെ ഇവരെ ജനസ് അങ്ങനെയാണ്. ഷൂ നക്കി കൊടുക്കുക എന്നുള്ള ഒരു ജനസാണ് ഇവരുടേത്. ആ ഒരു പാരമ്പര്യം തന്നെയാണ് ഇപ്പൊ ഉള്ള ഈ ന്യായീകരിക്കുന്നവർക്കും കിട്ടിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയപ്പോൾ ഇവിടെ ഒരുപാട് പോരാട്ടം നടന്നിട്ടുണ്ട്. അപ്പൊ ആ പോരാട്ടങ്ങളെയൊക്കെ വളരെ കളിയാക്കുന്ന രീതിയിൽ, വളരെ മെച്ചമായിട്ടുള്ള രീതിയിൽ കളിയാക്കി അന്നത്തെ ഒരു പാരമ്പര്യം അവർക്ക് ഇപ്പോഴും കിട്ടിയത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇസ്രായേലിന്റെ ഒരു ഗസ ആക്രമണത്തെ സകല ആളുകളും, അതായത്
മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ള സകല ആളുകളും എതിർക്കുമ്പോഴും ഇവര് ഇതിനെയൊക്കെ ന്യായീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പത്തെ ഒരു ഹാഷ്ടാഗ് ട്രെൻഡ് ആവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിന് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പൊ ഈ ഒരു ഹാഷ്ടാഗ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് കാരണം ഇസ്രായേൽ യുദ്ധം നിർത്തുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രതിഷേധം, അതായത് ആളുകളിലേക്ക് ഈ ഗസക്കാരുടെ പലസ്തീനികളുടെ ഒരു ദുരന്തം എത്തിക്കുക, അവർക്ക് കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഹാഷ്ടാഗിന് ഉള്ളത്. അപ്പൊ ഈ ഒരു ഹാഷ്ടാഗ് വൻ വിജയം തന്നെയാണ് സംഭവം പറഞ്ഞാൽ. കാരണം ഇത്രയും ആളുകൾ 45 മില്യൺ എന്ന് പറയുമ്പോൾ 4.5 കോടി മനുഷ്യർ ഇത് ഷെയർ ചെയ്തു. അവർ അറിഞ്ഞു, ഇവരുടെ ദുരിതം അവർ അറിഞ്ഞു. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാല് ഇപ്പൊ നമുക്ക് ഇസ്രായേലിനോടുള്ള ഒരു പ്രതിഷേധം നമുക്കൊക്കെ മനസ്സിലുണ്ട്. ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാം. അങ്ങനെ ഇസ്രായേലിനെ നമുക്ക് മാക്സിമം ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊരു പ്രതിഷേധം, നമുക്ക് സ്വയം ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർബക്സ്. ഞാനൊരിക്കലും സ്റ്റാർബക്സ് കുടിച്ചിട്ടില്ല, ഇനിയിട്ട് കുടിക്കുകയില്ല. കാരണം അത് ഇസ്രായേൽ ഉൽപ്പന്നമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രതിഷേധം, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതെത്തിയാൽ അവരൊക്കെ ഇതുപോലെ ബോയ്ക്കോട്ട് ചെയ്യുകയും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്താലെങ്കിലും അവർ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇതാണ് ഈ ഓൾ ഐസ് ഓൺ റഫ ട്രെൻഡ് ആവാൻ ഇത്ര കാരണം. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.